അസ്സലാമു അലൈക്കും. ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനയ്ക്കർഹനീകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ് മാനവർക്കായെന്ന് നിർവഹി കാട്ടുവാൻ മക്കത്തോദിത്ത ഹബീബുള്ളാഹ് മംഗകൾ കൊത്ത ബീനാമീന ബീവി പെറ്റ മുഹമ്മദ് സല്ലല്ലാഹ് ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനയ്ക്കർഹനീകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ് ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സൗർഗുഹായിൽ പ്രവേശിച്ച് സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തലവെച്ച് അന്ത്യപ്രവാചകൻ നിദ്രയെ പ്രാപിച്ച് ചന്ദ്രവദനം കണ്ട് സിദ്ദീഖൊരു പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, ഓതും പഴുതുമടയ്ക്കുന്നു. പഴുതൊന്നടയ്ക്കുവാൻ ശീലത്തുണ്ടില്ല, പാദവിരൽ കൊണ്ടമർത്തുന്നു. മുത്ത് റസൂലുള്ളാഹ് സുഖമായുറങ്ങുന്നു. മുഖം കണ്ട് സിദ്ദീഖർ സന്തുഷ്ടരാകുന്നു. മൂർഖം പാമ്പന്നുടൻ കാലിൽ കടിക്കുന്നു. മൂർച്ഛിച്ച വേദന സിദ്ദീഖിലേറുന്നു. നബിയെ ഉണർത്തിയില്ല, സിദ്ദീഖോരെ വേദന മാറുന്നില്ല. ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനയ്ക്കർഹനീകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ് പൊട്ടിയൊഴുകിയ കണ്ണുനീർത്തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിന്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടി ഉണർന്നൊന്ന് നോക്കുന്നേ. എന്താ സിദ്ദീഖോളെ നിങ്ങൾ കരയുന്നു? എന്തു പീഡനെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന്. എന്റെ മനതാരിൽ വേദന തിങ്ങുന്നു. എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമിനീർ പുരട്ടി നബി സിദ്ദീഖോരെ ഉഗ്രവിഷമിറക്കി. ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനയ്ക്കർഹനീകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ് മാനവർക്കായെന്ന് നിർവഹി കാട്ടുവാൻ മക്കത്തോദിത്ത ഹബീബുള്ളാഹ് മംഗകൾ കൊത്ത ബീനാമീന ബീവി പെറ്റ മുഹമ്മദ് സല്ലല്ലാഹ്. അസ്സലാമു അലൈക്കും.